ഇപ്പോൾ ഏറ്റവും അധികം വെല്ലുവിളി ഉണ്ടാകുന്നത് മറ്റാർക്കുമല്ല, ഗവർണർക്കെതിരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ അത് പോലീസിനാണ് പ്രതിരോധം ഏറെ കടുക്കുന്നത്. പോലീസ് ആരുടെ ഭാഗത്ത് നിൽക്കണം, എങ്ങനെ സുരക്ഷ നൽകണമെന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ആശങ്ക മനസ്സിലുണ്ട്. പക്ഷേ DGP ദർവേഷ് സാഹിബ് ആകട്ടെ ശക്തമായ നടപടികളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഗവർണർക്ക് നൽകേണ്ട സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. 3-ലധികം പൈലറ്റ് വാഹനങ്ങൾ കൂടി അകമ്പടി സേവിക്കുമെന്നതാണ് വസ്തുത. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ശക്തമാക്കണമെന്ന നിർദ്ദേശമാണ് ഈ സാഹചര്യത്തിൽ DGP നൽകിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും SP മാർക്കുമൊക്കെ ഇത് സംബന്ധിച്ച എല്ലാ നിർദ്ദേശവും കൈമാറിയിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും മുൻപ് ആവർത്തിച്ച പോലത്തെ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഒരു തരത്തിലും ഗവർണറുടെ വാഹന വ്യൂഹത്തിന് തടസ്സമുണ്ടാകരുത്, ആരും തന്നെ പ്രശ്നം സൃഷ്ടിക്കരുത്. SFI പ്രവർത്തകർ ഗവർണറെ വഴിയിൽ തടഞ്ഞതിനെ തുടർന്ന് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. 3 പൈലറ്റ് വാഹനങ്ങൾ ഇതിന് പകരമായി ഗവർണറുടെ വാഹന വ്യൂഹത്തിൽ അധികമായി തന്നെ ഉൾപ്പെടുത്തും. ഗവർണർ കടന്നു പോകുന്ന വഴിയിൽ സുരക്ഷ അതിശക്തമാക്കും. പ്രധാന റൂട്ടിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഗവർണറെ എങ്ങനെ മറ്റ് മാർഗത്തിലേക്ക് കടത്തിവിടണമെന്ന് മനസ്സിലാക്കാൻ 2 റൂട്ടുകൾ കൂടി മുൻകൂട്ടി നിശ്ചയിക്കും. അത് എപ്പോൾ വേണമെങ്കിലും സജ്ജമാകാം. റൂട്ടുകൾ സംബന്ധിച്ച് കൃത്യമായി ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം. അത് സൂക്ഷിക്കാനുള്ള ശക്തമായ നടപടിയും സ്വീകരിക്കും. ഗവർണർ കടന്നു പോകുന്ന വഴിയിൽ പ്രശ്നക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് നിയന്ത്രണത്തിലാക്കുകയോ കരുതൽ തടങ്കലിലാക്കുകയോ ഒക്കെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഡൽഹിയിലുള്ള ഗവർണർ ഈ മാസം 16-ാം തീയതി കോഴിക്കോട്ടേക്ക് എത്തുന്നുണ്ട്. ആകെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. 17-ാം തീയതി മലപ്പുറത്ത് ലീഗ് നേതാവിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 18-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചടങ്ങുണ്ട്. ഒരു കാരണവശാലും സർവകലാശാലകളിൽ കയറ്റില്ല എന്നുള്ള ഒരു വെല്ലുവിളി SFI ഉയർത്തിയ സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് 18-ാം തീയതി ആയിരിക്കാം. യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലാണ് അന്ന് ഗവർണർ തങ്ങുന്നത്. 18-ാം തീയതി രാത്രി തലസ്ഥാനത്തേക്ക് തിരിച്ചെത്താനും തീരുമാനമുണ്ട്. കോഴിക്കോട് ഗവർണർ എത്തുന്നത് മുതൽ തന്നെ പുതിയ രീതിയിലുള്ള സുരക്ഷാ നടപടികൾ തന്നെ ആയിരിക്കും പോലീസ് നൽകി പോരുന്നത്. ഗവർണറെ ക്യാമ്പസിൽ കടക്കാൻ അനുവദിക്കില്ല എന്നുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് തന്നെയാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളുമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ, SFI പ്രവർത്തകരെ തടയുമോ, അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടറിയേണ്ടതുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള SFIയുടെ കരിങ്കൊടി സമരത്തെ അങ്ങേയറ്റം ന്യായീകരിച്ചുകൊണ്ടാണ് CPM പാർട്ടി സെക്രട്ടറിയും രംഗത്ത് വന്നിരിക്കുന്നത്. കരിങ്കൊടി സമരം ഇനിയും ഇതുപോലെ തുടരുമെന്ന വെല്ലുവിളിയാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നാളത്തെ കാലാവധിയെ ഗവർണർക്ക് ഇനി ആ പദവിയിലുള്ളൂ. ഈ കുറച്ച് ദിവസത്തിനകം എങ്ങനെയാണ് സംഘപരിവാറിൻ്റെ പ്രധാന പട്ടികയിൽ കടന്നു വരേണ്ടത്, ഈ കാര്യം ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ നടപടികളെ നോക്കിക്കാണേണ്ടത്. RSS സർ സംഘചാലകനെ നേരിട്ട് കാണാൻ ശ്രമിച്ചതൊക്കെ തന്നെ അറിയാവുന്നതാണ്. ഗവർണറുടെ മാനസിക നിലയെപ്പറ്റി ജനം മനസ്സിലാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്.